അതെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മിലാനിലെ വിമോദ്രോണയിലുള്ള സ്റ്റേഫോർ ഗാർഡൻ ആണ്. ഇതൊരു ഒരു പൂന്തോട്ടാണ് കേട്ടോ. 2014 ഇത് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത്. ആദ്യത്തെ ഈ സ്റ്റേഫോർ ഗാർഡനെ 1986 പദോർണയിലാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡിൽ തന്നെ 1986 എന്ന് നമുക്ക് എഴുതിയേക്കുന്നത് കാണാം. നിരവധി നല്ല മനോഹരമായ പൂന്തോട്ടമാണ് ഇവിടെ ഉള്ളത്. പച്ചപ്പ് നിറഞ്ഞ ഒരു ഹെക്ടറാണ് ഉള്ളത് ഇവിടെ മൊത്തം. ജൈവ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാനും പ്രകൃതിയെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുമുള്ള ഒരു വിലപ്പെട്ട അവസരമാണ് നമുക്കിവിടെ സാധ്യമാകുന്നത്. പുതിയ തലമുറയിലുള്ളവർക്ക് ഇവിടെ വന്ന് എന്താ പറയുക, പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പഠിക്കാനായിട്ടുള്ള അവസരവും ഇവരൊരുക്കുന്നുണ്ട്. പലതരത്തിലുള്ള പൂക്കൾ നമുക്കിവിടെ കാണാം. നമ്മുടെ സീസൺ അനുസരിച്ച് പൂക്കളുടെ ആ ഒരു വ്യത്യാസമുണ്ടാവും. പക്ഷേ എന്നും നല്ല നിറഞ്ഞ പൂക്കൾ നമുക്കിവിടെ കാണാം. ഒരു നമ്മുടെ എന്താ പറയുക, പൂക്കളുടെ ഒരു വസന്തകാലം തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധ്യമാവുന്നു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഇതൊക്കെ ഇങ്ങനെ നിറച്ച് പൂക്കളാണ് ഇവിടെ. വേനൽക്കാലത്താണെങ്കിൽ ബ്ലൂബെറിയും അങ്ങനെയുള്ള അതിൻ്റെ പ്രത്യേകത ഓരോ സീസൺ അനുസരിച്ചിട്ട് പല പല പ്രത്യേകതയുള്ള പൂക്കളുകളും അല്ലെങ്കിൽ ഫ്രൂട്ടുകളും ഒക്കെ ഇവിടെ അവർ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറേ ഏക്കർ കണക്കിന് നീണ്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ ഇവർക്ക് ഒരു വിദ്യാഭ്യാസ ഫാമും കൂടെയുണ്ട്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ പച്ചപ്പിൻ്റെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിനും പ്രകൃതിയുടെ ചക്രങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നതിനും പിന്നെ പരിസ്ഥിതിയുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന ശക്തമായ ബന്ധം മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പല ലക്ഷ്യങ്ങൾ ഇട്ടിട്ടാണ് അവർ ഈ ഒരു ഗ്രാമീണ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുന്നത്. നമ്മുടെ പുറത്തുനിന്ന് പോകുന്ന നമ്മൾക്ക് ഇത് എത്ര സമയം വേണേലും ഇവിടെ നിന്ന് നമുക്ക് എന്താ പറയുക, ഇത് ആസ്വദിക്കാനായിട്ട് അവർ അവസരം ഒരുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ എഴുതി വെച്ചേക്കുന്നതാണ്, പച്ചപ്പിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഇവരുടെ കൂട്ടത്തിൽ ജോലിക്ക് ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ ജോലിയിലേക്കും ആൾക്കാരെ എന്താ പറയുക ക്ഷണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് പല പല ചെടികളുടെ പല എന്താ പറയുക നിറത്തിലുള്ളത് കാണാൻ പറ്റും. ചുവപ്പ് നിറമുണ്ട്, വയലറ്റ് നിറമുണ്ട്, അങ്ങനെ പല 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 നിറത്തിലുള്ള പല ചെടികൾ നമുക്കിവിടെ കാണാനുണ്ട്. കുറച്ച് ഭാഗത്ത് അവർ വെച്ച് പിടിപ്പിച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സീസണിൻ്റെ ഒരു സമയത്ത് ആ സീസണിലുണ്ടാകുന്ന പൂക്കളാണ് അവർ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വളരെ നല്ല ഒരു വ്യൂ ആണ്. കാരണം ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതാണ്. നിങ്ങളിത് കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലൈക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം വരുന്നത്. അപ്പം എൻ്റെ കൊച്ചു ലോകത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബായ്.